സ്പേസിൽ നിന്ന് ധാരാളം പേര് ഭൂമിയിൽ ലാൻഡ് ചെയ്യുന്ന ദിവസമാണ്. സുനിത വില്യംസ് ആൻഡ് ടീം. ഈ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തെ മുഴുവൻ കീഴടക്കാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. സ്പേസിൽ പോയി ഇത്രയും ദിവസങ്ങൾ ചെലവഴിച്ച് തിരിച്ചു വരാൻ എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് സാധിച്ചെങ്കിൽ എത്രമാത്രം കപ്പാസിറ്റീസ് നമുക്കുണ്ടെന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു വേദിയാണ് നിങ്ങളുടെ ഈ കലാലയങ്ങളെല്ലാം. മേക്ക് എ ഡിഫറൻസ്, അതായിരിക്കണം നിങ്ങളുടെ മോട്ടോ. നിങ്ങൾ ഈ ലോകത്ത് ജീവിച്ചു പോകുമ്പോ വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ, ഈ ലോകത്തിന് നിങ്ങൾ കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്താണ്? ഫാദർ ഗബ്രിയേൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഈ സമൂഹത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷനിൽ പങ്കുപറ്റിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. വാട്ട് വിൽ ബി യുവർ കോൺട്രിബ്യൂഷൻ? ഈ സമയത്ത് എല്ലാവരും സക്സസ്ഫുൾ ആവാനാണ് ആഗ്രഹിക്കുക. നിങ്ങൾ ജയിക്കണം, എവിടെയും ജയിക്കണം. അതിന് ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കാര്യം റൈറ്റ് ഡിസിഷൻ, ശരിയായ തീരുമാനം എടുക്കുകയാണ് സക്സസിന്റെ നമ്പർ 1. നിങ്ങൾ തീരുമാനിക്കേണ്ടത് റൈറ്റ് ഡിസിഷൻ. നമ്മുടെ ഔസേപ്പച്ചൻ നിങ്ങളോട് സംസാരിച്ചു. He took the right decision. അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുകയാണ്. റൈറ്റ് ഡിസിഷൻ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? വി നീഡ് എക്സ്പീരിയൻസ്. അനുഭവങ്ങൾ ഉണ്ടാകണം. അനുഭവങ്ങൾ എവിടെ നിന്ന് കിട്ടും? അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ റോങ് ഡിസിഷൻ നിങ്ങൾ എടുക്കണം. റോങ് ഡിസിഷൻ എടുക്കുമ്പോൾ നല്ല അനുഭവം ഉണ്ടാവും. ആ അനുഭവം നിങ്ങളെ റൈറ്റ് ഡിസിഷനിലേക്ക് നയിക്കണം. പലപ്പോഴും മനുഷ്യർ തെറ്റുകളിൽ നിന്നാണ് ശരികളിലേക്ക് യാത്ര ചെയ്യുന്നത്. ആദ്യം ശരി വരില്ല. നമ്മളെ ജനിച്ച് കുട്ടിക്കാലത്ത് എഴുന്നേറ്റങ്ങനെ നടന്നവരല്ല. ആദ്യം വീഴും. വീണിട്ട് തെറ്റ് പറ്റിയിട്ട് കസ്മാവിന്റെ മുകളിൽ കയറിയിട്ട് താഴെ വീണിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് അത് വെട്ടിയിട്ടാണ് കാലൊക്കെ ശരിയാക്കുന്നത്. തെറ്റുകൾ ഉണ്ടാകും, വീഴ്ചകൾ ഉണ്ടാകും, റോങ് ഡിസിഷൻ ഉണ്ടാകും. അതാണ് യഥാർത്ഥ ടീച്ചർ എന്നാണ് APJ അബ്ദുൽ കലാം നമ്മളോട് പറഞ്ഞത്. പ്രിയമുള്ള എന്റെ കൂട്ടുകാരെ, നിങ്ങളിവിടെ ചെയ്യുന്ന എല്ലാ കലാ ആവിഷ്കാരങ്ങളും നിങ്ങളുടെ ഔസേപ്പച്ചൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബോഡിയെ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തുകയാണ്. മനസ്സാണ് മോർ പവർഫുൾ, ബോഡിയല്ല. ബോഡിയേക്കാൾ പവർഫുൾ മനസ്സാണ്. അത് കൊച്ചുദാഹരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഒരിക്കലേ ഒരു സോഫി ടീച്ചർ ബയോളജി പഠിപ്പിക്കാൻ 2 കോളേജിൽ വന്നു. സോഫി ടീച്ചർ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, ദൈവമേ സോഫി ഉണ്ടാവാണ്ടിരിക്കട്ടെ. അങ്ങനെ ഈ സോഫി ടീച്ചർ കുട്ടികളായിട്ട് ട്രെയിനിങ് കൊടുക്കാനായിട്ട് വന്ന് പഠിപ്പിച്ചു. തവളയുടെ ജീവശാസ്ത്രം, അതിന്റെ രേഖാസ് എല്ലാം പഠിപ്പിക്കുകയാണ്. പഠനമൊക്കെ കഴിഞ്ഞ് പൂർത്തിയായി. അന്ന് കോളേജിന്റെ ദിവസം ഹെഡ് മിസ്ട്രസ് കുട്ടികളൊക്കെ ഉണ്ട്. ടീച്ചറുടെ സന്തോഷം, കുട്ടികളൊക്കെ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അങ്ങനെ ടീച്ചർ വന്നു, കുട്ടികളൊക്കെ ഇരുന്നു, ഹെഡ് മിസ്ട്രസ് ഇരിപ്പുണ്ട്. സോഫി ടീച്ചർ ചോദിച്ചു, കുട്ടികളെ, നമ്മളീ നല്ല മഴയും ഇടിവെട്ടും മിന്നലൊക്കെ ഉണ്ടാവുമ്പോ അവിടെ പാട്ട് പാടുന്ന ഒരു ജീവി ഉണ്ടല്ലോ, ആ ജീവിയുടെ പേരെന്താ? അപ്പൊ കുട്ടികളെല്ലാരും പറഞ്ഞു കുറുക്കൻ. കുറുക്കൻ ഓരിയല്ലിടുക. എടാ അതല്ല, ഈ ഞാനൊരു ക്ലൂ തരാം. നമ്മള് ഈ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവി. അപ്പൊ കുട്ടികൾ പറഞ്ഞു കൊതുക്. കൊതുകല്ല. എങ്ങനെയാ നിങ്ങൾ? എടോ, പാമ്പിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജീവി എലി. എലി അല്ലാതെ വേറെ ഇഷ്ടല്ലേ? ഒന്ന് പല്ലി, പക്ഷികൾ. എടാ അതല്ല, ഈ പെക്രോം എന്ന് പറഞ്ഞ് ചാടി നടക്കുന്ന ഒരു ജീവിയില്ലേ? അപ്പൊ കുട്ടികൾ എല്ലാവരും ടീച്ചറെ, സോഫി ടീച്ചർ ഇങ്ങനെ നോക്കി.
4ാമത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു. ഞാൻ പറയാം ടീച്ചർ മൊയൽ. ഇതൊരു കഷ്ടായി. ടീച്ചർ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ ഉത്തരവൊന്നും ശരിയാവാണ്ടായപ്പോ അഡ്മിനിസ്ട്രേറ്ററിന്റെ മുഖം കറുത്തു. ആ ടീച്ചർ നോക്കിയിട്ട് അഡ്മിനിസ്ട്രേറ്റർ അവിടെ നിന്ന് പോയി. ടീച്ചർ ചോദിച്ചത് എന്ത് എന്നെ മക്കിട്ട് മുഖം കറുപ്പിക്കണേ, കുട്ടികൾ ഉത്തരം പറയാത്തതിന് ഞാനാരത് എന്ത്. ടീച്ചർ അഡ്മിനിസ്ട്രേറ്റർ പോയപ്പോ അകത്ത് വന്നിട്ട് കുട്ടികളോട് സോഫി ടീച്ചർ നിങ്ങൾ എന്ത് പണിയും കാണിച്ചത്, എനിക്കിനി വല്ല മാർക്കും കിട്ടോ? അപ്പൊ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ ഉത്തരം പറയാത്ത കാരണം ടീച്ചർക്ക് കുറച്ച് മാർക്ക് കിട്ടും, ഞങ്ങൾ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ ടീച്ചർക്ക് വട്ടപൂജ കിട്ടിയേനെ. അതെന്താ അങ്ങനെ പറയണേ? എന്റെ ടീച്ചറെ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഇരട്ട പേരാണ് തവള. പ്രിയമുള്ളവരെ, ഇവിടെ ബുദ്ധിയല്ല വർക്ക് ചെയ്യുന്നത് മനസ്സാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഇൻഫർമേഷൻ തരാൻ ഇൻഫർമേഷൻ ടെക്നോളജി ഉണ്ട്, പക്ഷെ മനസ്സാണ് പ്രധാനം, ശരീരം അല്ല. എന്റെ ഓപ്പറേഷൻ നടത്തിയ വിദഗ്ധനായ ഡോക്ടറുടെ വേർപാടിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ. പേര് നിങ്ങൾക്കറിയാം. അദ്ദേഹം എത്ര വിദഗ്ധനായിരുന്നു. മനസ്സ്. കുട്ടികളെ, ഇന്ന് പത്രം എടുത്ത് നോക്കുമ്പോൾ മനസ്സിന്റെ നിയന്ത്രണം മനുഷ്യന്റെ കയ്യിലല്ലാതായിരിക്കുന്നു. നിങ്ങളുടെ കയ്യിലിരിക്കണം നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം. ബുദ്ധിയല്ല നിങ്ങളെ നിയന്ത്രിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ നിയന്ത്രിക്കണം. സുനിത വില്യംസ് സ്പേസിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ടെക്നോളജി അല്ല, അവരുടെ ഇൻഫർമേഷൻ അല്ല, വിൽ പവർ അതുണ്ടാകണം. നല്ല ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈ ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ച് നിങ്ങൾ പോയിട്ട് നിങ്ങൾ ഈ ലോകത്തിന് മേക്ക് എ ഡിഫറൻസ്. APJ അബ്ദുൽ കലാമിനെ പോലെ, മദർ തെരേസയെ പോലെ, ഗാന്ധിജിയെ പോലെ, സുനിത വില്യംസിനെ പോലെ, സച്ചിൻ തെണ്ടുൽക്കറെ പോലെ, മെസ്സിയെ പോലെ, റൊണാൾഡോയെ പോലെ ഈ ലോകത്തിന് മേക്ക് എ ഡിഫറൻസ്. പ്രിയപ്പെട്ട എന്റെ അച്ഛൻ ബാല്യകരിച്ച് പറഞ്ഞില്ലേ, നിങ്ങളുടെ ആദരിക്കുന്ന വ്യക്തികൾ അതിൽ ഒരാളായി കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്.